ഗൈസ് വെൽക്കം വണക്കം. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്കകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. പ്രതിഭാശാലികളായിട്ടുള്ള ആൾക്കാർ, കഴിവ് കൊണ്ടൊക്കെ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നവർ, സമൂഹത്തിൽ പൊരുതി മുന്നോട്ട് കയറി വരുന്നവർ ഒരുപാട് പേരുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വം ആരായിരിക്കും? നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്കകത്ത് നിന്ന് വരുന്ന മനുഷ്യരിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ആരാണ്? അഥവാ ട്രാൻസ് വിമണോ LGBT കമ്മ്യൂണിറ്റി ആരായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളെ പ്രധാനപ്പെട്ട മാറ്ററിലേക്ക് വരാം. ഞാൻ ആദ്യം ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം. നിങ്ങളടുത്ത് ആദ്യം എനിക്ക് ഈ വീഡിയോ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പറയാനുള്ളത്, ഇമോഷണൽ ആയിരിക്കുന്ന സമയത്ത്, വളരെയധികം ഇമോഷണൽ ആയിരിക്കുന്ന സമയത്ത്, ഒരു കാരണവശാലും നമ്മുടെ ഇമോഷൻസിൻ്റെ കൺട്രോൾ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഒരു കാര്യം സോഷ്യൽ മീഡിയയിലകത്ത് ഷെയർ ചെയ്യരുത്. ഇമോഷൻസിൻ്റെ പിടിമുറുക്കത്തിൽ നമ്മൾ ആ സമയത്ത് ചെയ്യുന്ന കാര്യം പിന്നീട് ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പാപഭാരം പേര് നടക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. നമ്മൾ ചിലപ്പോൾ ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളോ പിണക്കങ്ങളോ ഇണക്കങ്ങളോ ഒക്കെ നമ്മൾ ചിലപ്പോൾ ഇമോഷണലായിട്ട് നിൽക്കുന്ന സമയങ്ങളിൽ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യും. പക്ഷേ അത് നിങ്ങളെ പിന്നീടത് വല്ലാത്ത രീതിയിൽ മാനസികമായിട്ട് വേദനിപ്പിക്കാനുള്ള സാധ്യതകളുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ, നമ്മുടെ പ്രമുഖ ഒരു ആക്ടിവിസ്റ്റ്, അതോടൊപ്പം തന്നെ മോഡൽ, അതോടൊപ്പം തന്നെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയിട്ടുള്ള സീമ വിനീത്, എനിക്ക് ഒരുപാട് ബഹുമാനമുള്ള, റെസ്പെക്റ്റുള്ള, ഈ നേരത്തെ നിങ്ങളടുത്ത് ചോദിച്ചില്ല ചോദ്യം, അഥവാ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്കകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന്, എനിക്ക് സത്യം പറഞ്ഞ സീമ വിനീതിനെ വളരെ ഇഷ്ടമാണ്. വേറെ കുറേ ആൾക്കാരുണ്ടെങ്കിലും എസ്പെഷ്യലി അവരെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ അവരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, അവരുടെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവരുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 5 ദിവസത്തിന് മുമ്പ് ഒരു പോസ്റ്റും അതിനുശേഷം നടക്കുന്ന വിവാദവും ഒരുപാട് പേര് അവർക്കെതിരെ തലങ്ങും വിലങ്ങും ആക്രമണമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്താണ് കാരണം എന്ന് നോക്കാം. 2 തവണ വേർപിരിയൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇപ്പോൾ 2ാം തവണയും പങ്കാളിക്കൊപ്പം ചിത്രങ്ങൾ പങ്കുവച്ച് സീമ വിനീത്. ഇതിനു മുൻപത്തെ വേർപിരിയൽ പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്തു. ഇതാണ് സംഭവം. അത് 2 തവണ വേർപിരിയൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 2 തവണയാണ് സോഷ്യൽ മീഡിയക്കകത്ത് തൻ്റെ വേർപിരിയാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം ഔദ്യോഗികമായി അവർ പ്രഖ്യാപിച്ചത്. എന്നിട്ട് 2ാം തവണ വീണ്ടും പങ്കാളിക്കൊപ്പമുള്ളതാ ഈ ഫോട്ടോ ഷെയർ ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് വന്നേക്കുന്നത്. ഇതിന് മുൻപത്തെ വേർപിരിയൽ പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് റിമൂവ് ചെയ്തു. അപ്പോൾ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അവർക്ക് മാനസികമായിട്ടൊരു വിഷമം തോന്നിയതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതായിരിക്കാം. അതിനുശേഷം അത് നീക്കം ചെയ്തു എന്നുള്ള കാര്യം സത്യമായിരിക്കാം. അതൊക്കെ ഓരോരുത്തർ ഇമോഷണലാണ്. പക്ഷേ ഇമോഷണൽ ആയിരിക്കുന്ന സമയത്ത് ചെയ്തതാണ് ഇപ്പോൾ ഒരു സംഭവം. ഇതിനകത്തൊരു കമൻറ്റുകൾ വായിക്കാം. സോഷ്യൽ മീഡിയ എന്താണെന്നും അത് എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്നും വ്യക്തമായ ധാരണയില്ലാത്ത കുറേയേറെ പേർ നമുക്ക് ചുറ്റുമുണ്ട്. അതിന് ഉദാഹരണമാണ് ഇവരൊക്കെ. വെറും ചീപ്പ് പബ്ലിസിറ്റിയും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. സ്വന്തം ജീവിതം അന്യർക്ക് കണ്ടാസ്വദിക്കാൻ, അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരങ്ങൾ നൽകുന്നത് അത്യന്തം മ്ലേച്ഛകരം തന്നെ. സ്വയം അറിഞ്ഞില്ലെങ്കിൽ ചൊറിയുമ്പോൾ അറിയും, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, എനിക്കും സീമ ചേച്ചി ഒരുപാട് ബഹുമാനമായിരുന്നു, ഇഷ്ടമായിരുന്നു. വേർപിരിയുന്നു എന്ന് കേട്ടപ്പോൾ വിഷമം തോന്നി. ഇങ്ങനെ എല്ലാവരെയും ഒരു പൊട്ടന്മാരാക്കുക ആയിരുന്നു എന്നറിഞ്ഞില്ല. ഇപ്പോൾ സപ്പോർട്ട്, സ്നേഹം കൊടുക്കുന്ന നമ്മളിപ്പോൾ ആരായി, ഇനി എന്താ പറയൂ എല്ലാവരും എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പറയേണ്ടത് മുഴുവൻ പേര് പറയാതെ പറഞ്ഞ് നാറ്റിച്ചു. എന്നിട്ട് പിന്നെയും ഒരുമിച്ചെന്ന് ഒരു സ്ത്രീയുടെ വ്യക്തിത്വം പണയം വെച്ച് പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന രീതി സ്ത്രീകൾ തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പറയേണ്ടത് പറഞ്ഞ് പിന്നെ എനിക്ക് നിന്നെ വേണമടി എന്ന് പറയുമ്പോൾ പുരുഷനോട് ടോക്സിക് വേറെ ഒന്നുമില്ല. തിരിഞ്ഞു നോക്കാൻ അവസരം കിട്ടിയിട്ടും സ്നേഹം, പ്രണയം എന്ന പോസ്റ്റർ വെച്ച് പിന്നെയും വലിച്ചു തോളിൽ വെക്കുന്ന ആളുകൾ സ്വയം അനുഭവിക്കാൻ വില്ലിംഗ് ആണെന്ന് പറയുകയാണ്. ഇനി അവരുടെ ആഫ്റ്റർ മാരേജ് തെറ്റുപറ്റി, സ്വാതന്ത്ര്യമില്ല, അനുഭവിച്ചു മടുത്തു എന്ന പോസ്റ്റുകൾ പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. കുറേയധികം പോസ്റ്റുകളുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇവരുടെ സ്വന്തം ചാനൽ നമ്മുടെ ഇതിനകത്ത് പോയിട്ട് നോക്കിയത് എന്താ സംഭവം എന്നുള്ളത്. 5 ഡേയ്സിന് മുമ്പ് അവർ വച്ചേക്കുന്ന പോസ്റ്റ് ഇതാണ്. പിരിയാൻ എളുപ്പമാണെന്ന് മനസ്സിലായി, പറയാനും അതിനേക്കാൾ എളുപ്പമാണ്. പക്ഷേ പരസ്പരം തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നിടത്ത് എന്ന് പറഞ്ഞിട്ട് നടത്തുന്നത് ഇതാണ് പോസ്റ്റർ. ഇത് മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ഇവിടെയാണ്, തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നമ്മുടെ കുളത്തിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ള, പത്മതീർത്ഥ കുളത്തിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോയാണ്. കാരണം നമ്മുടെ നാടല്ലേ, നമുക്കറിയില്ലേ, അത് അവിടുത്തെ ഫോട്ടോ ആണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അതിനകത്തുള്ള കമൻറ്റ് ഇങ്ങനെയാണ്: ഒരിക്കൽ ഒരുപാട് സ്നേഹിച്ചവർ അങ്ങനെ എളുപ്പം മറക്കാനും മായ്ച്ചു കളയാനും പറ്റില്ല. ഏറ്റവും നല്ലത് നിങ്ങൾക്കിടയിൽ മാത്രം എല്ലാം ഉണ്ടാക്കുക എന്നാണ്. ഒരുപാട് സ്നേഹിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് ആശംസകൾ അർപ്പിക്കുന്നു. ഒരു സൈഡിൽ കൂടെ അവരുടെ കമൻറ്റ് ബോക്സുകളിലേക്ക് വളരെയധികം നല്ല രീതിയിൽ പറയുന്ന സമയത്തും ഇവരുടെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റ് സ്ഥലങ്ങളിൽ വന്ന പോസ്റ്റുകളുടെ അകത്ത് ഇച്ചിരി ഒരു മോശമായ രീതിയിലേക്കുള്ള കമൻറ്റുകളൊക്കെ തന്നെയാണ്. 2ാം തവണ ബന്ധം വേർപിരിയൽ പ്രഖ്യാപിച്ച പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമ വിനീത് വീണ്ടും തൻ്റെ പ്രിയതമനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നു. സന്തോഷം മാത്രമെന്ന് ആരാധകർ. ആർക്ക് സന്തോഷം? സത്യത്തിൽ ഈ ആണുങ്ങൾ പെണ്ണുങ്ങളാകാൻ വേണ്ടി ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അവർ ആണുങ്ങൾ തന്നെ ആവാനുള്ള ഹോർമോൺ കുറെ കൂടി ഇഞ്ചെക്ട് ചെയ്താൽ പോരെ എന്നുള്ളതാണ്. അതിനകത്ത് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത്
നമ്മൾ ആണ് പെണ്ണ് എന്നുള്ള ജെൻഡറിൻ്റെ മെയിനായിട്ട് നമുക്കറിയാം. എങ്കിലും അതല്ലാത്ത ആൾക്കാർ പല പല മനുഷ്യരും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അവരങ്ങനെ ജീവിക്കട്ടെ എന്നേ പറയാനുള്ളൂ. അവരുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ജെൻഡറിനെ കളിയാക്കാനോ അവരുടെ ആ ഒരു എന്താ പറയുക സെക്ഷുവാലിറ്റിയിൽ നമുക്ക് അറിയാത്തടത്തോളം കാലം അവരനുഭവിക്കുന്ന ആ ഒരു അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് പറയാനോ നമ്മൾ ആളല്ല. ഓക്കെ, നമുക്കറിയാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരങ്ങനെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരെ അതിൽ ഇട്ട് കുറ്റപ്പെടുത്തുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ആ മനുഷ്യനെ സമൂഹത്തിൻ്റെ മുന്നിൽ 2 വട്ടം കരിവാരി വെച്ചു. ഇവർക്ക് തീരെ പക്വത കുറവ് ആണ്. എന്തും ഏത് പ്രശ്നം വന്നാലും അഡ്ജസ്റ്റ് ചെയ്യാതെ സോഷ്യൽ മീഡിയ എടുത്തിട്ടും വിളിച്ചു പറയും. മറ്റുള്ളവരുടെ മാനസിക പ്രയാസത്തിന് ഒരു വിലയുമില്ല. എന്നിട്ട് വീണ്ടും ഒന്നാകും. ഇത്തരം ആളുകൾ കല്യാണം കഴിഞ്ഞാൽ ഒരു മുറിക്കുള്ളിൽ തീരേണ്ട പല പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയ വഴി അറിയിച്ച് അവരുടെ ലൈഫ് തന്നെ തീയിട്ട് വയ്ക്കും. പുലിവാൽ കല്യാണ സിനിമയിലെ ജഗതി മോതിരം ഇടുന്നു ഊരുന്നു ആ അവസ്ഥ. സീരിയസ്ലി ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഏറെക്കുറെ അതിന് കാരണക്കാരി ഇദ്ദേഹം തന്നെയാണ്. കാരണം അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഡൗണിൻ്റെ അകത്ത് ചെയ്തു പോയതാണ്. പക്ഷേ അത് സമൂഹം അതിന് ആ ഒരു സെൻസിലല്ല കാണുന്നത്. സമൂഹം അതിനെ തീർത്തും അവരത് അപക്വമായി ചെയ്ത കാര്യം വീണ്ടും നിങ്ങളിത് കാണിച്ചല്ലോ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലേക്കാണ് സമൂഹം അതിനെ വിലയിരുത്തുന്നത്. സമൂഹത്തിന് കുറ്റപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇവർ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഷെയർ ചെയ്തിട്ടാണ് അവർ ചോദ്യം ചെയ്യുന്നത്. പക്ഷേ അവർ അപമാനിക്കുന്നതിനോടോ അവരതിനകത്ത് സൈബർ ബുള്ളിങ് ചെയ്യുന്നതിനോടൊന്നും നമുക്കൊരിക്കലും യോജിക്കാനോ ഒന്നിനും പറ്റത്തില്ല, കഴിഞ്ഞിട്ടില്ല. അടുത്ത വേൾഡ് മലയാളി സർക്കിളിൽ വന്നേക്കുന്ന പോസ്റ്റ് 2 ദിവസത്തിന് മുമ്പ്. ഹോയ് ഗുയിസ് ഞങ്ങൾ പ്രേമിക്കുന്നു, ഹോയ് ഗുയിസ് ഞങ്ങൾ സെറ്റാവില്ല, ഖതം ബൈ ബൈ, ഹോയ് ഗുയിസ് ഞങ്ങൾ വീണ്ടും സെറ്റായി, അതിനിടയിൽ പെട്ടുപോയ ഐ സപ്പോർട്ട് ടീം, നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കടാ നിൻ്റെ മക്കളെ. ഒരിക്കലെങ്കിലും ഇങ്ങനെ പറയാൻ ആഗ്രഹിച്ചവർക്ക് അടിച്ചു പൊട്ടിക്കാൻ ലൈക്ക് ബട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു പോസ്റ്റ് വന്നേക്കുന്നതാണ്. ആളുകളെ വടിയാക്കുന്ന ഈ എല്ലാവരും അൺഫോളോ ചെയ്യണം. അസ്വാതന്ത്ര്യത്തിൻ്റെ തീച്ചൂളയിലെ പൊരുത്തക്കേടിൻ്റെ കനലിൽ നിന്ന് നീറാതെ സ്വാതന്ത്ര്യത്തിൻ്റെ പുലരിയിൽ ഒരു ചാറ്റൽ മഴയായി പെയ്തൊഴിയൂ എന്ന് പറഞ്ഞ് സപ്പോർട്ടിട്ട ഞാനിപ്പോൾ ആരായി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അങ്ങനെയൊക്കെയുള്ള ഒരു ആൾക്കാരുടെ ഓരോരോ കമൻറ്റ് കളിയാക്കലുകളാണ്. എൻ്റെ പൊന്നു മൈ നീ തന്നെയല്ലേ പറഞ്ഞ് നിനക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഇവൻ എന്തോ പറയുന്നുവെന്ന്. ഇത് രണ്ടും തവണ ആണ് അയ്യോ നീ ആളെ പറ്റിക്കുന്നു, ഓടിക്കോ മൈ ഈ ദേശത്തുനിന്ന്. ഈ സീമാ വിനീത് ഇയാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ പോസ്റ്റൊക്കെ റിമൂവ് ചെയ്യപ്പെട്ടു. അതായത് അവരുടെ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജെൻഡറിനെ തന്നെ പരിഹസിച്ച് മോശപ്പെടുത്തി ഒക്കെ അദ്ദേഹം സംസാരിച്ചിരുന്നു എന്നുള്ളതടക്കം ഇവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ആ പോസ്റ്റ് കണ്ടിട്ടില്ല, കാരണം ആ പോസ്റ്റൊക്കെ റിമൂവ്ഡ് ആണെന്നൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു അപമാനിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഉള്ളതാണ് പറയുന്നത്. നിലപാടില്ല എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ ലിമിറ്റഡ് ആണ്. ഓഹോ അങ്ങനെയാണോ? കമൻറ്റ് ബോക്സ് ലിമിറ്റഡ് ആണോ എന്ന് നോക്കട്ടെ. അതൊക്കെ ചുമ്മാ അവരെക്കുറിച്ച് പറയുന്നതായിരിക്കും, എനിക്ക് തോന്നുന്നില്ല. അവർ കമൻറ്റ് ബോക്സൊക്കെ ലിമിറ്റഡ് ആക്കാൻ മാത്രം അത്ര ധൈര്യമില്ലാത്തവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് അവർ കമൻറ്റ് ബോക്സ് അവർ ഇത് ചെയ്തിട്ടുണ്ടോ നോക്കാം. ലേറ്റസ്റ്റ് പോസ്റ്റ് കമൻറ്റ് ബോക്സ് ലിമിറ്റഡ് ആണോ? ആണല്ലോ, ലിമിറ്റഡ് ഹൂ ക്യാൻ കമൻറ്റ് ഓൺ ദിസ് ആണ്. ഓക്കെ, ഇദ്ദേഹവുമായിട്ടുള്ള പോസ്റ്റുകളാണോ? ഓക്കെ. L2 എമ്പുരാൻ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയിലും ഒപ്പമുള്ളവരും എന്നെ മനസ്സിലാക്കുന്നതിന് ഇമോഷൻ മനസ്സിലാക്കുന്നതിന് ഒപ്പം ഉള്ളിടത്തോളം കുറ്റപ്പെടുത്തുന്നവരെയും കളിയാക്കുന്നവരോട് ഞാനൊന്നും പറയാൻ മാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർ L2 എമ്പുരാൻ കാണുന്ന സമയത്തുള്ള ഫോട്ടോ, കാലുകൾ ഒക്കെ അത് പോസ്റ്റുകൾ സത്യമാണ്. ചിലപ്പം ഭയങ്കരമായിട്ടുള്ള സൈബർ ആക്രമണം വന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അവർ കമൻറ്റ് ബോക്സ് ലിമിറ്റഡ് ആക്കിയിട്ടുണ്ട്. അതിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ ചെന്ന് നേരെ കയറിയിട്ട് അങ്ങോട്ട് ഇതാക്കുക എന്നുള്ള പരിപാടി ആയതുകൊണ്ടാവാം. ഇനി അടുത്ത് അവർ ഈ ഒരു കല്യാണവും ഈ പുള്ളിക്കാരനെ കുറിച്ചും പറയുന്നൊരു ഇതുണ്ട്, നമുക്ക് കേട്ടോക്കാം. ഇനി പ്രേക്ഷകരൊക്കെ തന്നെ ഞാൻ അടക്കമുള്ള ആളുകൾ കാത്തിരിക്കുന്ന ഒരു കാര്യം പാർട്ണറെ പറ്റിയാണ്. സ്വാഭാവികമായിട്ടും പാർട്ണറുടെ പേര് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അപ്പം പുള്ളി എവിടെയാണ്, എന്നാണ് നിങ്ങളുടെ വിവാഹം? നിഷാന്ത് എന്നാണ് പേര്. നിഷാന്ത് കോട്ടയംകാരനാണ്, അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ 4 ഇയേഴ്സായിട്ട് അറിയുന്നവരാണ്, സുഹൃത്തുക്കളായിരുന്നു. ഒരു മൊമെൻറ്റിലാണ് ഞങ്ങളിങ്ങനെ വിവാഹം എന്ന് പറഞ്ഞ കാര്യത്തിൽ. ഓക്കെ, അവർ ഒരു 4 ഇയേഴ്സ് കൊണ്ട് പരസ്പരം അറിയുന്ന ആൾക്കാരാണ്. അതായത് ഒരു അറിവുമില്ലാത്ത ഈ അടുത്ത കാലത്ത് സ്ഥാപിച്ചവരൊന്നുമല്ല, 4 വർഷം കൊണ്ട് അടുത്തറിയുന്നവരാണ്. അപ്പോൾ അതിനിടയിലുള്ള ചില അകൽച്ചകളാണ് കണ്ടത്. എന്നോട് ചോദിക്കുന്നതും ഞാൻ പറയുന്നതും അങ്ങനെ ഇതായിട്ടും പലപ്പോഴും പല ആൾക്കാരും എനിക്ക് ഇങ്ങനെ തോന്നുന്നത് ഇങ്ങനെ ഞാൻ പുള്ളിയുടെ ഒരു കാര്യങ്ങൾ കണ്ടിട്ടോ അല്ലെങ്കിൽ പുള്ളി എൻ്റെ കാര്യങ്ങൾ കണ്ടിട്ടോ ഞങ്ങൾ ആൾക്കാരും രണ്ടുപേരെയും ഡിപ്പെൻഡ് ചെയ്യാറില്ല. കാരണം എനിക്ക് പുള്ളിനോട് അത് വേണം ഇത് വേണമെന്ന് ഞാൻ പുള്ളിയോട് ആവശ്യപ്പെടാറില്ല, പുള്ളിയും എന്നോട് ആവശ്യപ്പെടാറില്ല. രണ്ടുപേരും ഇൻഡിവിജ്വൽ പേഴ്സണായിട്ട് നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റിയ ആൾക്കാരെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളെപ്പോഴും ഇന്നത്തെ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരാളെ കാണുമ്പോൾ അവരിൽ നിന്ന് എന്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്ന് കണ്ടിട്ട് സ്നേഹബന്ധത്തിലേക്ക് പോകുന്നവർ. പക്ഷെ ഞങ്ങൾ രണ്ടാളും അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് അല്ല. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അറിയാം, പക്ഷേ എന്നാലും രണ്ടുപേരുടെയും സ്വഭാവം എനിക്ക് ഒരുപോലെ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം റിയാക്ഷൻസ് രണ്ടുപേർക്കും പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് രണ്ടുപേരും. പക്ഷേ അറ്റ് ദ മൊമെൻറ്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും അത് കോംപ്രമൈസ് ചെയ്യാനായിട്ട് വില്ലിങ് ആവും. ചിലപ്പോൾ ഒരാൾ കുറച്ച് നേരം ഇങ്ങോട്ട് വരട്ടെ എന്നിട്ട് ഒന്ന് സംസാരിക്കാം. എല്ലാ ബന്ധങ്ങളിലും സ്നേഹബന്ധങ്ങളിലും ഇങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അത് നോട്ട് ഓൺലി ഹെർ, അല്ലെങ്കിൽ ഒരു പ്രത്യേകമല്ല, എല്ലാവരുടെ ലൈഫിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. നമ്മൾ എപ്പോഴും 24/7 സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങളുണ്ടെന്ന് പറയുന്നെങ്കിൽ അത് വെറും കള്ളമാണെന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം അങ്ങനെ ഒരു ബന്ധം ലോകത്തുണ്ടാകത്തില്ല. ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പെയിൻസും വിഷമങ്ങളും സങ്കടങ്ങളും കടന്നു വരും. അത് വന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ജീവിതം അൺപ്രഡിക്റ്റബിൾ ആയിരിക്കുന്നതിനെ നമ്മൾ എപ്പോഴും കുറ്റപ്പെടുത്തും. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒത്തിരി ഒരുപാട് പ്രശ്നങ്ങളും മിസറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കടന്നാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. പക്ഷെ അത് മൊത്തം നമ്മുടെ ഈ പൊൻതാമര പൂക്കൾ ഇങ്ങനെ വിതറിയിട്ടിരുന്ന നല്ല വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ച് വന്നിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സംഭവത്തിനകത്തൊരു സുഖം കാണത്തില്ല. ചിലപ്പോൾ കല്ലും മുള്ളും കാഠിന്യമേറിയ കനലുകൾക്കിടയിൽ കൂടെ നടന്നു വരുമ്പോൾ ആ പെയിനും ദുഃഖവും വ്രണവും ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് ആ ഒരു കനൽ നൽകുന്നൊരു സുഖമുണ്ട്. ആ സുഖത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്നൊരു സുഖം ഒരിക്കലും ഈ ചെന്താമര പൂക്കൾ ഇങ്ങനെ വിതറിയ വഴിയിലൂടെ കടന്നു വരുമ്പോൾ അതിന് ആ ഒരു സുഖം കിട്ടത്തില്ല. ജീവിതത്തിൻ്റെ ആ ഒരു സൗരഭ്യം ഒരിക്കലും കിട്ടത്തൊന്നുമില്ല. അതുകൊണ്ട് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കുന്ന ജീവിതത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ജീവിതം അൺപ്രഡിക്റ്റബിൾ ആകുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആകും, വിഷമിക്കും. എങ്കിലും ജീവിതം അൺപ്രഡിക്റ്റബിൾ ആയിരിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യും. അത് കൂടുതലും ഞാനാണ് അങ്ങനെ വെയിറ്റ് ചെയ്യാറുള്ളത്. കുറച്ചിങ്ങനെ വരട്ടെ, സ്നേഹം ഉണ്ടെങ്കിൽ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം ഇത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വിളിക്കാണ്ടാകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ടെൻഷനാണ്. ഇങ്ങനെ അയ്യോ വിളിച്ചില്ലല്ലോ ഇതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി പുള്ളി ഭയങ്കര എന്താ പറയുക, നമ്മൾ ഇന്നും സമൂഹത്തിൽ നമ്മളെപ്പോലൊരു വ്യക്തിയെ കൈപിടിച്ച് കൊണ്ട് പുറത്തേക്ക് നടക്കാൻ അതിനുവേണ്ടി തയ്യാറെടുത്ത് വന്നിട്ടുള്ളൊരു മനുഷ്യൻ എന്ന രീതിയിൽ എനിക്ക് ഭയങ്കരധികം ഞാൻ പുള്ളിയധികം ബഹുമാനിക്കുന്നുണ്ട്, പുള്ളിയധികം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില മൊമെൻറ്റിലൊക്കെ ഇങ്ങനെ നമ്മൾ റിയാക്ഷൻസ് എന്നോടുള്ളത് പുള്ളി അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല എന്ന് കൂടി ചിലപ്പോൾ എനിക്കത് ഹേർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അവരത് പറയാതെ പറഞ്ഞു. അതായത് പുള്ളിക്കാരൻ്റെ ചില സമയത്തുള്ള പെരുമാറ്റങ്ങൾ ഇവർ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നുണ്ട്. ആ വേദനിപ്പിക്കുന്ന സമയത്ത് അങ്ങോട്ടും അവർ റിയാക്ട് ചെയ്യാറുണ്ട്. അവരെ വളരെയധികം വേദന തിന്നുകൊണ്ട് പോകുന്നൊരു സാഹചര്യത്തിനെ കുറിച്ചൊക്കെ പറയുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതെല്ലാ ലൈഫിനകത്തുള്ളതാണ്. അവരുടെ മാത്രമല്ല എല്ലാവരുടെ ലൈഫിൻ്റെ അകത്തും ഈ ഒരു സംഭവം ഉള്ളതാണ്. ശരിക്കും സീമാവിനി എന്നുള്ളൊരു വ്യക്തിത്വം എന്താ പറയുക, അവരുടെ സൈഡിൽ നിന്ന് സോഷ്യൽ മീഡിയയിലേക്ക് എല്ലാം ഇങ്ങനെ പങ്കുവച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഹാലളകി നടക്കുന്നത്. കൂട്ട് വേണമെന്ന് തോന്നിപ്പോയി, തെറ്റിപ്പോയി, ഇനിയും മാതൃകാ ദമ്പതികളായിട്ട് അഭിനയിക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നാളിന് മുമ്പ് ഇട്ട പോസ്റ്റാണ്. മിന്നിക്കാണിക്കുന്ന എല്ലാം പൊന്നല്ല, അതാ പറഞ്ഞേ. ഇത് ഈ പങ്കുവയ്ക്കുന്നിടത്തുള്ളൊരു പ്രശ്നങ്ങളാണ് ഇതൊക്കെ. യാത്രയിൽ കൂട്ടായെന്ന് പറഞ്ഞിട്ട് അതായത് ഇടയ്ക്കിടയ്ക്കുള്ള സംഭവങ്ങൾ അവർ എല്ലാം ഈ പബ്ലിക്കിലേക്ക് ഈ സാധനങ്ങൾ എടുത്ത് ഷെയർ ചെയ്തുകൊണ്ട് മാത്രമാണ് ആൾക്കാർ ഇതിനെക്കുറിച്ച് ഇവരുടെ ഇങ്ങനെ പുറകെ നടന്നുകൊണ്ട് ഓരോന്നിങ്ങനെ പറയാൻ ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഓക്കെ. സോ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും എന്നെ കാണുന്നവരോടും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ ലൈഫിൻ്റെ എന്ത് കാര്യവും തീരുമാനിക്കുന്നത് നിങ്ങളായിരിക്കണം. നിങ്ങളുടെ ലൈഫിനെ മറ്റൊരാളുടെ ഡിസിഷൻ മേക്കറായിട്ട് മാറുന്നൊരു സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ സ്നേഹം കൊണ്ട് മാത്രം അത് ഒഴിവാക്കാനായി പറ്റുള്ളൂ. കാരണം നമ്മൾ സ്നേഹം കൊടുക്കുന്നു, സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഷെയർ ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് അധികാരം എന്നുള്ളൊരു കാര്യത്തിലേക്ക് അത് കടന്നു മാറിക്കഴിഞ്ഞാൽ ആ ഒരു സുഖം, ജീവിതത്തിൻ്റെ ഒരു സുഖം നഷ്ടപ്പെടും. പിന്നെ എന്തോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതമായിട്ടൊക്കെ മാറുന്നത് കാണുന്നത് മൊത്തം ഏതാണ്ട് ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. എങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് തരം ഇമോഷനാണോ വരുന്നത്, എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണോ വരുന്നത്, അതെല്ലാം സോഷ്യൽ മീഡിയക്കകത്ത് കൊണ്ടിട്ട് വിളമ്പാൻ നിൽക്കരുത്. അത് വിളമ്പിക്കഴിഞ്ഞാൽ അതിനുശേഷമുള്ള ആഫ്റ്റർ എഫക്ട്സ് അതിൻ്റെ പിന്നാലെ ചിലപ്പോൾ ഒരു പെട്ടെന്നൊരു ഈ സീമാവിനീതിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇയാൾ വരുമോ എന്ന് നോക്കിയൊക്കെ ഇരിക്കും. അപ്പോൾ ആ പുള്ളിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ വന്നിട്ടില്ലെങ്കിൽ പിന്നെ അതിന് പോസ്റ്റ് ഇടുക, അതിനുശേഷം വിഷമങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുക. അപ്പോൾ ആൾക്കാരെല്ലാം വന്നിട്ട് അയ്യോ ആണോ സീമ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് ചേട്ടൻ വന്നേ ഹായ് ഉമ്മ എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ ഇന്നലെ പറഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നല്ലേ എന്നൊക്കെ പറയാം. ആൾക്കാർക്ക്
ആ ഒരു ഇത് അവരുടെ വർത്തമാനം പറയാൻ ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാതിരിക്കാനുള്ള സാഹചര്യം നമ്മൾ തന്നെ സൃഷ്ടിക്കണമെന്നുള്ളതാണ്. നമ്മളെല്ലാം പറയുകയും ചെയ്തിട്ട് നമ്മളെ പറഞ്ഞു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സമൂഹം അങ്ങനെയാണ്. സമൂഹം എല്ലാവരും ഒരുപോലെയല്ല. സപ്പോർട്ട് ചെയ്യുന്നവരും കാണും, നമ്മളെ കുറ്റം പറയുന്നവരും കാണും. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ കാണുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക. സോ ഇതിനെക്കുറിച്ച് സീമാ വിനീതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.